ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് കാണിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിക്കുടിലിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പേര് നിങ്ങൾ മേലെ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ, വെല്ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനി നെയിമാണ്. ആ കമ്പനിയിൽ നിന്നാണ് നമ്മൾ വീടെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പേര് നമ്മളെന്താ, വീടിൻ്റെ പേര് നമ്മളിട്ടത് വെല്ലാൻഡ് എന്നാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തത് നമ്മുടെ പാർക്കലിൻ്റെ അന്നാണ്. അതായത് 19-ാം തീയതി ആയിരുന്നു നമ്മുടെ പാലുകാച്ചലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പാർക്കൽ എല്ലാവരെയും വിളിച്ച് നടത്തിയത് നമ്മൾ 25-ാം തീയതി സൺഡേ ആയിരുന്നു, ജനുവരി 25-ാം തീയതി. അപ്പോൾ അന്നാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കയറി വരുന്ന ഹാള്. നമ്മൾ അങ്ങോട്ട് വിശദമായിട്ട് അങ്ങോട്ട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കണോണ്ട് വലിയൊരു ഹോം ടൂർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയ വീടാണല്ലോ, അപ്പം ചെറിയൊരു ഹോം ടൂറ്. അപ്പോൾ ആൾക്കാരും ബന്ധുക്കളും നമ്മുടെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണീൻ്റെ ഡാൻസിലേക്ക് ഉണ്ടായിരുന്ന പാട്ട്, അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. അല്ലെങ്കിൽ കരഞ്ഞൻ്റെ ഏതൊരു ഒക്കത്ത് എമ്മേ എമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഇന്നിപ്പം നല്ല ഹാപ്പി ആയിരുന്ന ആൾക്കാരെയൊക്കെ കണ്ട് പാട്ടൊക്കെ വെച്ചപ്പോൾ ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ടി വിയുടെ ഇതൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതാ ഉമ്മർത്ത് ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഗിഫ്റ്റുകൾ കൊണ്ട് തരുന്നുണ്ട്. അതൊക്കെയാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ എറാൻറ്റാ, നല്ല സൗകര്യമുള്ള എറാനാണ്. നമുക്ക് നല്ല വിശാലമായ എല്ലാവർക്കും ഇരിക്കാനുള്ള പറ്റിയൊരു നല്ല അടിപൊളി എറാനാണ്. അപ്പോൾ അതാ വീണ്ടും നമ്മൾ ഇതിനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട. അതാണ് അപ്പോൾ നമ്മുടെ എന്ത് മെയിൻ ടി വി ഒക്കെ വരുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഫുഡ് ഡൈനിങ് റൂമാണത്. അത് കഴിഞ്ഞാൽ ഇതാണ് ആകെ ഞങ്ങൾക്ക് താഴെ ഒരു റൂമുള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അതവിടെ ഗിഫ്റ്റൊക്കെ കിടക്കണതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത് കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, റൂമിലൊരു ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു കോമൺ ബാത്റൂമും താഴെ വരുന്നുണ്ട്. പിന്നെ അതാണ് നമ്മുടെ കിച്ചണും ഉണ്ട്. കിച്ചൻ്റെ അപ്പുറത്ത് തന്നെ വർക്ക് ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ സാധാ അടുപ്പും കാര്യങ്ങളും. ഇതാണ് കിച്ചൺ. ഇനിയിപ്പോൾ മേലെയാണ് നമുക്ക് 2 റൂം വരുന്നത് കേട്ടോ, താഴെ ഒരു റൂമുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് നമ്മൾ ഈ വർക്കൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. നല്ല സൂപ്പർ വർക്കായിരുന്നു കേട്ടോ. പൈസ ചിലവാക്കി അതിന് കാണാനുള്ളതുണ്ട്, സൂപ്പർ വർക്കായിരുന്നു. പിന്നെ മേലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്, മേലെയാണ് നമുക്ക് 2 റൂം വരുന്നത്. ആ റൂമൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യണില്ല കേട്ടോ, കാരണം നമ്മുടെ പിള്ളേർ കുഞ്ഞാപ്പികളാണല്ലോ. ഒരാൾ 3-ാം ക്ലാസ്സിലും ഒരാൾ ഒരു വയസ്സായിരിയാണല്ലോ. അപ്പോൾ ആ റൂമുകളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. മേലത്തെ ഒരു റൂമും അവിടുത്തെ ബാത്റൂമും, പിന്നെ മേലെ വേറെ ഒരു റൂമും ഉണ്ട്, അവിടെ ഒരു ബാത്റൂമുണ്ട്. ഇതാണ് നമ്മുടെ ഉമ്മറ കേട്ടോ. അതായത് മേലത്തെ ബാൽക്കണി. മേലെ നിന്ന് നമുക്ക് 2 ബാൽക്കണി ഉണ്ട്. ഒരു ബാൽക്കണി അതാണ്. അതാണ് നമ്മുടെ കൊച്ചു വീടിൻ്റെ ഹോം ടൂർ ഉണ്ടായി കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് വന്ന ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയുന്നത്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴേക്കും നമ്മളെല്ലാവരും പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോൾ ഇതേ കയറി മേത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ പ്രിയൻ കാറ്ററിംഗ്, കൊടുങ്ങല്ലൂരത്തെ ഒരു ഫേമസ് കാറ്ററിങ്സാണ് പ്രിയൻ കാറ്ററിംഗ്. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ ചെമ്മീൻ ചമ്മന്തി. നമ്മൾ ഗസ്റ്റിനൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണല്ലോ നമ്മൾ കഴിച്ചത്. അപ്പോൾ എനിക്ക് ചെമ്മീൻ ചമ്മന്തി ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനുണ്ട്. അവൻ ആദ്യം തന്നെ കഴിച്ചിട്ടാ. പിന്നെ രാവിലെ തന്നെ ഫുഡ് കഴിച്ചാണല്ലോ. അപ്പോൾ അവന് വിശന്ന് തുടങ്ങിയപ്പോൾ അവർ കഴിച്ച്. അതായത് ആ ഗസ്റ്റൊക്കെ അതേ ഫുഡ് കഴിക്കണം. നമുക്ക് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ, ബീഫ്, പിന്നെ ചെമ്മീൻ ചമ്മന്തി. അതായിരുന്നു ഫുഡ്. നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, അവരെല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കുടിലിൻ്റെ ഒരു ഹോം ടൂർ എന്ന് വെച്ചാൽ ചെറിയൊരു ഹോം ടൂറ്. കാരണം അന്നെടുത്ത ആ വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വീടിൻ്റെ. പിന്നെ എനിക്ക് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ പാർക്കലിൻ്റെ എല്ലാവരെയും കാണിക്കലും ആയല്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ തന്നെ എടുത്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി വരുന്നത് ഞാൻ കഴിക്കാൻ പോണതാണ്. അപ്പോൾ മീൻ കറിയിൽ മാങ്ങയുണ്ടോയെന്നൊക്കെ ഞാൻ അന്വേഷിക്കരുത് കേട്ടോ. അപ്പോൾ ആ ചെക്കൻ പറഞ്ഞു ഇല്ല മാങ്ങില്ല, തക്കാളിയിട്ട കറിയെന്ന് തന്നെ. പിന്നെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറയണത് അതിൻ്റെ അടിയിൽ നിറച്ച് മാങ്ങയായിരുന്നു. ആ കുട്ടി മേലേന്ന് ഒളിച്ചുകൊണ്ട് നമുക്ക് എന്താണ് മാങ്ങ കിട്ടിയില്ല, നമുക്ക് മീൻ ചാറാണ് തന്നത്. പിന്നെ ചിക്കൻ, ബീഫ്, മീൻ കറി അതൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് വായ വെള്ളം വരുന്നു. എന്നാണെങ്കിൽ വ്രതമാണ്. ഞാനിതിപ്പോൾ വോയിസ് ചെയ്യുന്നത് നമ്മുടെ
ശിവരാത്രിയോട് വ്രതം എടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ വായിൽ വെള്ളം വന്നു. പിന്നെ നാരങ്ങ അച്ചാറ്, കിടു അച്ചാറായിരുന്നു കേട്ടോ. ഞാനിപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാർ കുറച്ച് ഞാൻ എടുത്ത് വെച്ച് കഴിക്കാനായിട്ട്. പിന്നെ മോര് കറി, പിന്നെ നമ്മുടെ കായും പയറും തോരൻ, അത് കുറേ സാധനങ്ങൾ. പിന്നത്തെ പണി എന്താണെന്നറിയാമല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റുള്ള കാര്യം എന്താ? ഗിഫ്റ്റ് പൊട്ടിക്കൽ. ഇത് പക്ഷേ നമ്മൾ ഗിഫ്റ്റ് അപ്പോൾ പൊട്ടിക്കുമെന്ന് വിചാരിച്ചല്ല കേട്ടോ. നമ്മൾ ഇവിടേക്ക് നമ്മുടെ പഴയ ഫ്ലാറ്റിൽ നിന്ന് പാത്രങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ പാത്രമില്ല, ബാക്കി ഫുഡ് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളോട് അവർ പാത്രം ചോദിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് പാത്രങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഗിഫ്റ്റ് പൊട്ടിച്ചതാണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ എല്ലാവരും ഗിഫ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും കിട്ടി. ഗിഫ്റ്റൊക്കെ പൊളി ഗിഫ്റ്റായിരുന്നു എല്ലാം. അപ്പോൾ കണ്ട പാത്രങ്ങളും തപ്പിക്കൊണ്ടിരിക്കുന്നത് കറികളാക്കാൻ വേണ്ടി. അതൊക്കെയാണ് തപ്പി ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില പാത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് പാത്രം അതാണെന്ന് വിചാരിച്ച് തുറക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിരിക്കുന്ന സാധനം അതായിരിക്കില്ല, പാത്രമായിരിക്കില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേറൊരു വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ടും എൻ്റെ മോള് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടും നമുക്ക് വേറൊരു വീഡിയോ ഹോം ടൂറായിട്ട് എടുക്കാനുള്ള പിന്നൊരു സമയം കിട്ടിയില്ല. പിന്നെ ഇതിപ്പോൾ കുറേ ദിവസമായല്ലോ. ഞാനോട് കുറച്ച് ആൾക്കാർ, നമ്മൾ സെലിബ്രിറ്റികളൊന്നും അല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഹോം ടൂർ, പിന്നെ നമ്മുടെ വീട് കുഞ്ഞായതുകൊണ്ട് ആൾക്കാരൊന്നും ചോദിച്ചില്ല ഹോം ടൂർ. ഒന്ന് രണ്ടാൾക്കാർ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടപ്പോൾ ചോദിച്ചു, ഒന്ന് വീട്ടിലത്തെ ഫോട്ടോസൊക്കെ കാണിച്ച് തരുമോ, വീടിൻ്റെ ഫോട്ടോ കാണിച്ച് തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെ എടുത്തതാണ് നമ്മൾ. അപ്പോൾ പുതിയതായിട്ട് എടുക്കാൻ നിന്നില്ല. പഴയ എൻ്റെ ബ്രദർ അന്നെടുത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇടണമെന്നുള്ളൂ. അപ്പോൾ ഗിഫ്റ്റുകളാണ് ഇങ്ങനെ പാത്രങ്ങളിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പാത്രത്തിലേക്കും കറിയാക്കാൻ വേണ്ടി അവരിങ്ങനെ ഓരോന്നും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നേരം വൈകിട്ട് വേറൊരു ഫംഗ്ഷനും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കറികളൊക്കെ ആക്കി വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഫംഗ്ഷന് പോകാൻ വേണ്ടി. ഇതാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. വേഗം വേഗം തപ്പിക്കൊണ്ടിരിക്കുകയാണ് പാത്രങ്ങൾ. അവർക്ക് കൊടുക്കുന്നതിനനുസരിച്ചാണ് കറിയാക്കിയിട്ടേ നമുക്ക് ഇതൊക്കെ ഇതാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റും കാണാറായല്ലോ. പിന്നെ ഡിന്നർ സെറ്റ്, അതേപോലെ തന്നെ എയർ ഫ്രയർ, മിക്സി, പിന്നെ നമുക്കിങ്ങനെ ഷോക്കേസിൽ വെക്കണ ഐറ്റംസ്, വിളക്ക്, തൂക്കുവിളക്കുകൾ, പിന്നെന്താ നമ്മുടെ കുടം, അങ്ങനത്തെ കുറേ നല്ല നല്ല ഈ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഇതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇതൊക്കെയാണ് ഗിഫ്റ്റും നമ്മുടെ വീടുമൊക്കെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ